ഞാൻ മീനു, ഇതെന്റെ അമ്മ. ഹായ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ടില്ല കേട്ടോ. ഇപ്പൊ ഏകദേശം ഒരു 10:30 അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. നമ്മളങ്ങനെ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് വെച്ചാൽ അധികം വീട്ടിലല്ല സെലിബ്രേറ്റ് ചെയ്യുക. നമ്മുടെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ വീട്ടില് നമ്മൾ ഇവിടെ തന്നെ അടുത്ത 2-3 വീടുകളൊക്കെ പോയിട്ട് മീനിന്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ട്. അടുത്ത് തന്നെ സ്ട്രീറ്റിൽ അവിടെ തന്നെയാണ്, ജസ്റ്റ് റോട്ടിൽ അവിടെയാണ് ഞങ്ങളൊരു കേക്ക് കട്ടിങ്ങും ചെറിയൊരു രീതിയിൽ ഫുഡൊക്കെ എല്ലാ കൊല്ലം ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം സിമ്പിൾ ആയിട്ടുണ്ട്. കുറേ ആൾക്കാർ പുറത്ത് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടും എത്തിയപ്പോൾ ഇങ്ങനെ ഇവിടെ ഇല്ലാത്ത ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട് ചെറിയ പരിപാടിയാണ് ഇപ്രാവശ്യം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണേ. എന്നാൽ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പം ഞങ്ങളിതാ ഇവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ. സംഭവം റോട്ടിലല്ല, എന്നാലിതാ ഇവരെ മുറ്റത്താണ്. നമ്മളേതാ എൻ്റെ നെയ്ബർ കൂട്ടുകാരി, പിന്നെ എന്താ പറയാം, ഇതാ ഇവരെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയിരിക്കുന്നത്. ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ചെറിയ പരിപാടിയുള്ളൂ, കാര്യമായിട്ട് ആരില്ല കേട്ടോ. ഞങ്ങൾ 2 ഫാമിലിയും, പിന്നെ കുട്ടാപ്പിയുണ്ട്, മണിയേട്ടനുണ്ട്. ധാനുവേട്ടൻ കാര്യമായിട്ടുള്ളൊരു പണിയിലാണ്. വീട്ടിലൊക്കെ ഞാനൊരു പണി പറഞ്ഞാൽ തീരെ എന്നെ സഹായിക്കാറില്ല. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പൊതുപ്രവർത്തനമാണ്. റെഡിയായോ? അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പം ഞങ്ങളൊക്കെ കൂടി ഇതാണ് മണിയേട്ടൻ, പിന്നെ ഇതാ അഞ്ചുവിൻ്റെ 1, 2, 3 മക്കൾ. എൻ്റെ ഇതാ 1, പിന്നെ റനീഷേട്ടനോട് ഉണ്ട്, കുട്ടാപ്പി ഉണ്ട്. അപ്പം ഞങ്ങളുടെ തമ്മിലൊരു ചെറിയൊരു പരിപാടിയാണ്. പാട്ടൊക്കെ ജസ്റ്റ് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. കുട്ടാപ്പീൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പാട്ട് വെച്ചിരുന്നത്. അപ്പോൾ പിള്ളേരൊന്ന് ടയർഡാക്കിയപ്പോൾ ഞങ്ങളിതാ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊറോട്ട വന്നോ? പൊറോട്ട കേക്കില്ല, ആ കേക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ അതിന് മുമ്പേ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ മീനുക്കുട്ടിയും പൊന്നും ചിന്നും ഡാൻസൊക്കെ കളിച്ച് ടയേർഡായപ്പോൾ അതാ അവിടെ കയറി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയിലാണ്. മസാലയൊക്കെ ആരുണ്ടാക്കി? അഞ്ചു. അഞ്ചും റനീഷേട്ടനും കൂടിയാണ് ഇതൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിലത്ത് വെക്കല്ലേ? അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെറ്റും കൂടി വെക്കാനുണ്ട്. അപ്പം ഞങ്ങളത് ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് കാസറോളിൽ ഇട്ട് വെക്കുകയാണ്. ചിക്കൻ റെഡിയായി. പിള്ളേർക്ക് കണ്ടപ്പോൾ വിശപ്പുമായി. അതാ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ കഴിച്ചിട്ട് മീനുവിന്. പിന്നെ ഇനി കളിക്കണ്ട. അതാ പൊറോട്ടയും പിന്നെ ചിക്കനൊക്കെ അടിപൊളിയുണ്ട്. രണ്ടാമത്തേതാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവർക്ക് ഇപ്പോൾ കൊടുത്തതാണ്. ഇവരിനി കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ. പിന്നെ നമ്മളെ കുട്ടാപ്പിക്ക് നാളെ രാവിലെ ഓട്ടമുണ്ട്, കിടന്നുറങ്ങണം. ഹായ്, ശരി, എന്തായാലും വേണ്ടത് കഴിക്കുക, വേണ്ടാത്ത ഞാൻ കഴിച്ചോളാം. ഇത് പിള്ളേരൊന്നും സാരല്ല. അപ്പോ നമ്മളെ പിള്ളേരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആരും ഒന്നും വിചാരിക്കരുതെന്ന്. മൂന്നാളും പോയിരുന്നൊരു സൈഡിൽ കഴിക്കും. അവിടെ ബാക്കിയുള്ളവർക്കുള്ള ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ പിള്ളേർ കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഉണ്ടോ? ചിക്കൻ കറി എങ്ങനെയുണ്ട്? അഞ്ചാൻ്റെ ഉണ്ടാക്കിയതാ, രസമുണ്ടോ? ഉണ്ട്. നിങ്ങൾ രണ്ടാളും കഴിക്കുകയാണ്. സെക്കൻഡ് റൗണ്ടിലായതാ. കുട്ടികൾ കുറേ ചോദിച്ചു, കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ലെഗ് ഞാനും അവളും കൂടി എടുത്തു. ഞങ്ങൾ കഴിച്ച മക്കൾ കഴിച്ച പോലെയല്ലേ അങ്ങനെ വിചാരിച്ചിട്ട്. അടുത്ത റൗണ്ടാണ് ബാക്കിയുള്ളവർക്ക് കൂടി ഉണ്ടാക്കുന്നത്. റനീഷേട്ടനും മണിയേട്ടനും ധനുവേട്ടനൊക്കെ കഴിക്കാറുണ്ട്. അപ്പം ഏകദേശം ഒരു 11:30 ആയോ? ഇത്രയും 11:30 കഴിഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും 11 കേക്ക് കട്ടിന്നവർ കഴിക്കാതിരിക്കാൻ വയ്യ. ഈ സാധനം ചൂടായിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ആവുന്നത്. അപ്പം എന്തായാലും കഴിച്ചിട്ട് വരാം കേട്ടോ. കേക്ക് കണ്ടപ്പോഴേക്കും എല്ലാവരും ഓടി വന്നു.
അയ്യോ കറക്റ്റ് സമയത്തിന് ആൾക്കാരെത്തിയല്ലോ ഇവിടെ. നിതീഷും ലിജോയും കൂടി. ലിജോനെ പരിചയപ്പെട്ടു പാവം കൊറേ. കൂട്ടു കൂട്ടു സെൽഫി ബ്രോ എല്ലാം കൊണ്ട് അമ്പാടിക്ക് ഇത് കൊടുക്ക് അമ്പാടി. അപ്പോ ലിജോ ഇതാണ് എന്റെ സബ്സ്ക്രൈബർ ആണ്, എന്റെ എല്ലാ വീഡിയോസും കാണാറുണ്ടെന്ന്. അപ്പൊ ന്യൂ ഇയർ ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കേക്ക് കഴിഞ്ഞിട്ടോ, അതാണ് അവസ്ഥ. ഞാനല്ല ഫുള്ള് കഴിച്ചത്, എല്ലാരും കഴിച്ചു. അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ആൾക്കാരൊക്കെ കുറവാട്ടോ, എന്നാലും അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ന്യൂ ഇയർ സൂപ്പർ ആയിരുന്നു. നിങ്ങൾ എല്ലാവർക്കും ഈ കൊല്ലം അടിപൊളിയായിട്ട് ആവട്ടെ. അപ്പോൾ ഞങ്ങളുടെ ന്യൂ ഇയർ അടിപൊളിയായിട്ട് അല്ല ഹാപ്പി ആയിട്ട് ഈ കൊല്ലം തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവർക്കും ഈ കൊല്ലം നല്ല അടിപൊളിയായിട്ട് എല്ലാം സന്തോഷമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടട്ടെ, നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരോടും ബൈ. പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.